ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് ഇനി ആംബുലൻസും ഓൺലൈനായി ബുക്ക് ചെയ്യാം. സർക്കാർ ഓട്ടോ ടാക്സി പ്ലാറ്റ്ഫോമായ കേരള സവാരി വഴിയാണ് ആംബുലൻസ് ബുക്കിംഗ് സൗകര്യം ലഭ്യമാകുന്നത്. സേവന വ്യവസ്ഥകൾ സംബന്ധിച്ച ചർച്ചയിൽ ധാരണയായതോടെയാണ് പദ്ധതി അന്തിമഘട്ടത്തിലേക്ക് കടന്നത്. കേരള സവാരി വഴിയുള്ള ഓൺലൈൻ ആംബുലൻസ് ബുക്കിംഗ് ഉടൻ ആരംഭിക്കും. തൊഴിലാളി സംഘടനകളുമായി നടന്ന ചർച്ചയിൽ സേവന വ്യവസ്ഥകൾ ധാരണയായി. സർക്കാർ നിശ്ചയിച്ച നിരക്കുകളാകും ഓൺലൈൻ സർവീസിനായി ഈടാക്കുക. നിലവിൽ 108 ആംബുലൻസ് സംവിധാനം അടിയന്തര സേവനങ്ങൾക്ക് മാത്രമായി പ്രവർത്തിക്കുന്നതിനാൽ ആദ്യഘട്ടത്തിൽ അതിനൊപ്പം ഓൺലൈൻ സംവിധാനം ലഭ്യമാകില്ല. എന്നാൽ ആശുപത്രിയിലേക്കോ മറ്റു ആവശ്യങ്ങൾക്കോ ഇനി ആംബുലൻസ് ഓൺലൈനായി ബുക്ക് ചെയ്യാം. സംസ്ഥാനത്ത് സ്വകാര്യ മേഖലയിലായി ഏകദേശം 9,000 ആംബുലൻസുകളാണ് പ്രവർത്തിക്കുന്നത്. ഇവയുടെ രജിസ്ട്രേഷനും കണക്കെടുപ്പും മോട്ടോർ വാഹന വകുപ്പ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ വീണ്ടും അവസരം. വെള്ള നീല കാർഡ് ഉടമകൾക്ക് നവംബർ 17 മുതൽ ഡിസംബർ 16 വരെ പിങ്ക് അഥവാ BPL വിഭാഗത്തിലേക്ക് റേഷൻ കാർഡ് മാറ്റുന്നതിനെ അപേക്ഷിക്കാം. ഓൺലൈനായി വേണം അപേക്ഷ സമർപ്പിക്കാൻ. അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് നവംബർ 14 മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. രാവിലെ 11-നും വൈകിട്ട് 3-നും ഇടയിലാണ് പത്രിക സമർപ്പിക്കേണ്ടത്. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ 21 നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നവംബർ 22 നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 24 ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നവർ 2,000 രൂപയും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും മത്സരിക്കുന്നവർ 4,000 രൂപയും ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷനുകളിൽ മത്സരിക്കുന്നവർ 5,000 രൂപയും കെട്ടിവയ്ക്കണം.